ഹലോ, എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ വാക്കുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാനാണ്. അപ്പം നമുക്ക് ഓരോ വാക്കായിട്ട് നോക്കാം. ഓൾവേസ്, എപ്പോഴും. ഷീ ഓൾവേസ് വേക്സ് അപ്പ് ഏർലി, അവൾ എപ്പോഴും നേരത്തെ എഴുന്നേൽക്കും. യൂഷ്വലി, സാധാരണയായി. വി യൂഷ്വലി ഹാവ് ഡിന്നർ അറ്റ് 8 PM. സാധാരണയായി ഞങ്ങൾ ഡിന്നർ കഴിക്കാറ് 8 മണിക്കാണ്. ഓഫൺ, പലപ്പോഴും. ഐ ഓഫൺ റീഡ് അറ്റ് നൈറ്റ്, ഞാൻ പലപ്പോഴും രാത്രി വായിക്കാറുണ്ട്. സംടൈംസ്, ചിലപ്പോൾ. ഹി സംടൈംസ് പ്ലേസ് ചെസ്, ചിലപ്പോൾ അവൻ ചെസ് കളിക്കാറുണ്ട്. ഒക്കേഷണലി, വല്ലപ്പോഴും. ദേ ഒക്കേഷണലി ഗോ ഫോർ ലോങ് ഡ്രൈവ്സ്, അവർ വല്ലപ്പോഴും ലോങ് ഡ്രൈവിന് പോവാറുണ്ട്. റെയർലി, അപൂർവമായി. ഷീ റെയർലി ഈറ്റ്സ് ജങ്ക് ഫുഡ്, അവൾ വളരെ അപൂർവമായിട്ടേ ജങ്ക് ഫുഡ് കഴിക്കാറുള്ളൂ. സെൽഡം, അത്യപൂർവമായി. ഹി സെൽഡം മിസ്സസ് എ മീറ്റിംഗ്, അവൻ അത്യപൂർവമായി മാത്രമേ മീറ്റിംഗ് മിസ് ചെയ്യാറുള്ളൂ. നെവർ, ഒരിക്കലും. ഐ നെവർ ഫോർഗെറ്റ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ഒരിക്കലും മറക്കാറില്ല. വെരി, വളരെ. ദ വാട്ടർ ഈസ് വെരി കോൾഡ്, വെള്ളം വളരെ തണുപ്പാണ്. ക്വയറ്റ്, തികച്ചും. ഇറ്റ്സ് ക്വൈറ്റ് ഈസി ടു ലേൺ, ഇത് തികച്ചും പഠിക്കാൻ എളുപ്പമാണ്. ഓൾമോസ്റ്റ്, ഏതാണ്ട്. ഷീ ഓൾമോസ്റ്റ് ക്രൈഡ്, അവൾ ഏതാണ്ട് കരഞ്ഞു. ടു, വളരെയധികം. ദ ബാഗ് ഈസ് ടു ഹെവി, ബാഗ് വളരെയധികം ഭാരമുള്ളതാണ്. നൗ, ഇപ്പോൾ. വി ഹാവ് ടു ഗോ നൗ, ഞങ്ങൾക്ക് ഇപ്പോൾ പോകണം. ഇനഫ്, മതിയായ അല്ലെങ്കിൽ പ്രാപ്തമായ. ഹി ഈസ് റിച്ച് ഇനഫ് ടു ബൈ ദാറ്റ് ഹൗസ്, ആ വീട് വാങ്ങാൻ മാത്രം മതിയായ അല്ലെങ്കിൽ പ്രാപ്തനായ പണക്കാരനാണ് അവൻ. ദെൻ, പിന്നെ. ഫിനിഷ് യുവർ വർക്ക് ദെൻ പ്ലേ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വർക്ക് തീർക്കണം, പിന്നെ കളിക്കാം. സൂൺ, ഉടൻ. ഹി വിൽ കോൾ സൂൺ, അവൻ ഉടൻ തന്നെ വിളിക്കും. ലേറ്റർ, പിന്നീട്. ഐ വിൽ മീറ്റ് യു ലേറ്റർ, ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. ഓൾറെഡി, ഇതിനകം. ഷീ ഹാസ് ഓൾറെഡി ലെഫ്റ്റ്, അവൾ ഇതിനകം തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഹിയർ, ഇവിടെ. കം ഹിയർ, ഇവിടെ വരൂ. ദർ, അവിടെ. പുട്ട് ദ ബുക്ക് ദർ, ബുക്ക് അവിടെ വയ്ക്കൂ. എവ്രിവെയർ, എല്ലായിടത്തും. മ്യൂസിക് വാസ് പ്ലേയിങ് എവ്രിവെയർ, എല്ലായിടത്തും മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവെയർ, എവിടെയും. യു കാൺ ഫൈൻഡ് ഇറ്റ് എനിവെയർ, നിങ്ങൾക്കിത് എവിടെയും കാണാൻ സാധിക്കില്ല. നിയർ ബൈ, അടുത്ത്. ദ ഹോട്ടൽ ഈസ് നിയർ ബൈ ദ മാൾ, ഹോട്ടൽ എവിടെയാണുള്ളത്, മാളിൻ്റെ അടുത്താണുള്ളത്. എബവ്, മുകളിൽ. ലുക്ക് എബവ് ദ ഡോർ, ഡോറിൻ്റെ മുകളിലേക്ക് നോക്കൂ. ബിലോ, താഴെ. ദ കീസ് ആർ ബിലോ ദ ടേബിൾ, കീസ് എവിടെയാണുള്ളത്, ടേബിളിൻ്റെ താഴെയാണുള്ളത്. സ്ലോലി, പതുക്കെ. ഡ്രൈവ് സ്ലോലി, പതുക്കെ വാഹനം ഓടിക്കൂ. ക്വിക്ക്ലി, വേഗത്തിൽ. ഷീ ക്വിക്ക്ലി ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്, അവൾ അവളുടെ ഹോംവർക്ക് പെട്ടെന്ന് തന്നെ തീർത്തു, വേഗത്തിൽ തീർത്തു. കെയർഫുള്ളി, ശ്രദ്ധിച്ചുകൊണ്ട്. ഹാൻഡിൽ ഇറ്റ് കെയർഫുള്ളി,
ഇത് ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം. ഈസിലി, എളുപ്പത്തിൽ. ഐ ക്യാൻ ഈസിലി ക്യാരി ദിസ് ബാഗ്. ഈ ബാഗ് എനിക്ക് എളുപ്പത്തിൽ കൊണ്ട് നടക്കാൻ പറ്റും. ലൗഡ്ലി, ഉച്ചത്തിൽ. ഹി സ്പോക്ക് ലൗഡ്ലി. അവൻ ഉച്ചത്തിൽ സംസാരിച്ചു. ഹാപ്പിലി, സന്തോഷത്തോടെ. ദ ഡാൻസ്ഡ് ഹാപ്പിലി. അവർ സന്തോഷത്തോടെ നൃത്തം ചെയ്തു. സാഡ്ലി, ദുഃഖത്തോടെ. ഹി വാക്ക്ഡ് എവേ സാഡ്ലി. അവൻ ദുഃഖത്തോടെ നടന്നകന്നു. ഹൗഎവർ, എങ്കിലും. ഇറ്റ് വാസ് റെയിനിങ്, ഹൗഎവർ വി പ്ലേഡ് ഔട്ട്സൈഡ്. മഴ പെയ്യുന്നുണ്ടായിരുന്നു, എങ്കിലും ഞങ്ങൾ പുറത്തു പോയി കളിച്ചു. Therefore, അതിനാൽ. He studied hard, therefore he passed the exam. അവൻ നന്നായിട്ട് പഠിച്ചു, അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? അവൻ എക്സാം പാസ്സായി. Moreover, കൂടാതെ. She is smart, moreover she is kind. അവൾ നല്ല സ്മാർട്ടാണ്, മാത്രമല്ല അവൾ നല്ല കൈൻഡുമാണ്, നല്ല ദയാലുവാണ്. Meanwhile, ഇതുവരെ. Meanwhile, I waited outside. ഇതുവരെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. Otherwise, അല്ലാത്ത പക്ഷം. Hurry up, otherwise you will miss the bus. വേഗം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ് മിസ്സാവും. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും മലയാളത്തിൽ യൂസ് ചെയ്യുന്ന വാക്കുകളല്ലേ? നിങ്ങൾ മാത്രമല്ല, ഞാനും. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജും ഇംഗ്ലീഷ് സ്പീക്കിങ്ങും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ വാക്കുകളുടെയൊക്കെ ഇംഗ്ലീഷിൽ എന്താണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ അറിയാതിരുന്നാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറേ വാക്കുകൾ പഠിച്ചു. ആ വാക്കുകൾ, അതിൻ്റെ മലയാളത്തിലുള്ള മീനിങ്, ആ വാക്ക് വെച്ചിട്ട് ഓരോ സെൻറ്റൻസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. Thank you for watching.